ബി.ജെ.പി. ഭരണം പിടിച്ച ഡൽഹിയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാണ്. പർവേഷ് വർമ്മ, ബാംസുരി സ്വരാജ്, സതീഷ് ഉപാധ്യായ, ആശിഷ് സൂദ് എന്നിങ്ങനെ പേരുകൾ സജീവമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ പ്രസംഗത്തിലും വ്യക്തമായ സൂചനകളില്ലായിരുന്നു. എന്നാൽ 27 വർഷത്തിന് ശേഷം ഭരണചക്രം തിരിക്കാൻ വിശ്വസ്തനെ നിയോഗിക്കാനാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ ആലോചന. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും വിജയം, ആഘോഷം അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ആരാണ് ഡൽഹിയെ നയിക്കുക, ആരാണ് മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ്. ഇനിയുള്ള ചർച്ചകൾ ഏതു രീതിയിലായിരിക്കും അവിടെ? ബി.ജെ.പി. വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ തിടുക്കത്തിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, 10 ദിവസത്തിനകം പ്രഖ്യാപിക്കും, 10 ദിവസമുണ്ട് എന്ന് തന്നെയാണ് ബി.ജെ.പി. ഡൽഹിയിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം എന്ന ഒരു സൂചനയാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം നൽകിയത്. കാരണം നീട്ടിക്കൊണ്ടുപോകുന്തോറും വാർത്തകൾ വരാനും ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും നെഗറ്റീവ് വാർത്തകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റ് നിയമസഭാ ഉടൻ തന്നെ വിളിച്ചു ചേർക്കുമെന്നും അതിൽ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ഉള്ള നടപടിക്രമങ്ങൾ JPC റിപ്പോർട്ടടക്കം വെക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഏതായാലും ബി.ജെ.പി. സംബന്ധിച്ചുള്ള 4 പ്രധാനപ്പെട്ട പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ പരിഗണിക്കുന്നതാണ് അറിയുന്നത്. ഒന്ന്, മുൻ മുഖ്യമന്ത്രിയായിരുന്ന സാബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മ. കെജ്രിവാളിനെ തോൽപ്പിച്ചു എന്നതിലുപരി ബി.ജെ.പിയുടെ ജാട്ട് മുഖമാണ് പർവേഷ് വർമ്മ. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചുള്ള ജാട്ടിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സാബ് സിംഗ് വർമ്മ. അദ്ദേഹത്തിന്റെ മകനും ജാട്ട് സമുദായത്തിന്റെ നേതാവാണ്. പിന്നെ വിജേന്ദ്ര ഗുപ്തയാണ് 2015-ലും 2020-ലും നിയമസഭയിലെ ബി.ജെ.പിയുടെ മുഖം. ആം ആദ്മി പാർട്ടിയുടെ തരംഗത്തിൽ പോലും വിജയിച്ചു കയറിയ വിജേന്ദ്ര ഗുപ്ത ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. പിന്നെ രണ്ടാമത് സതീഷ് ഉപാധ്യായാണ്. സതീഷ് ഉപാധ്യായ യുവമോർച്ചയുടെ അധ്യക്ഷനായിരുന്നു. പിന്നെ ബി.ജെ.പിയുടെ ബ്രാഹ്മണ മുഖവുമാണ് സതീഷ് ഉപാധ്യായ. എന്നാൽ RSSന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുണ്ട് വിജയിച്ചിരിക്കുന്നത്, ജിതേന്ദ്ര മഹാജനാണ്. RSSന്റെ ഏറ്റവും അടുപ്പക്കാരനും ബി.ജെ.പിയുടെ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ജിതേന്ദ്ര മഹാജൻ. ഇദ്ദേഹത്തിന്റെ പേരും CM-നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. ഒരു സർപ്രൈസ് CM-നെ പ്രഖ്യാപിക്കുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. രാജസ്ഥാനായാലും ശരി, മധ്യപ്രദേശായാലും ശരി, ഒറീസയിലായാലും ശരി, ഇത്തരം ഒരു നീക്കമാണ് പലപ്പോഴും ബി.ജെ.പി. മുഖ്യമന്ത്രിയെ പേര് പ്രഖ്യാപിക്കുന്നതിൽ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ പോലും ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിൽ ഇത്ര സമയമെടുക്കുകയും ചെയ്തു. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ചോളം ഈ ആഴ്ച തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഡൽഹിയെ സംബന്ധിച്ചോളം ബി.ജെ.പിയെ സംബന്ധിച്ചോളം നരേന്ദ്രമോദി, അമിത്ഷാ എടുക്കുന്ന തീരുമാനങ്ങളാണ് വലുത്. ഇവിടെ അതുപോലെ തന്നെ ഡൽഹിയിൽ സ്വാധീനം, അതായത് അണികളുള്ള രാഷ്ട്രീയ MLA-മാർ എന്നൊന്നുമില്ല. 27 വർഷമായി പുറത്താണ്, ഭരണത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഒരാളെ മുഖ്യമന്ത്രിയാക്കാനുള്ള യാതൊരു വിഷമവുമില്ലാതെ മുഖ്യമന്ത്രിയാക്കാൻ ഇവിടെ കഴിയും സാധിക്കും. ശരി ശരത് ലാൽ, എന്തായാലും ഉടൻ തന്നെ ആരാണ് ആ മുഖ്യമന്ത്രി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.